നമ്മൾ ആദ്യമായിട്ടൊരു യൂറോപ്യൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കുറച്ച് കൺട്രീസ് നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലേ ഇത് ആദ്യം കാണണം എന്ന്. എല്ലാ യൂറോപ്യൻ കൺട്രിയും ഒന്നിനൊന്ന് മെച്ചാണ്, കാണേണ്ടത് തന്നെയാണ്. പക്ഷേ എന്നാലും സദേൺ സ്പെയിനിലെ ഈ ആൻഡലൂസിയ റീജിയന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കാണുന്ന ഓരോ കാഴ്ചയും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു അത്ഭുത നഗരം തന്നെയാണ് സെവിയ. അപ്പോൾ ഇന്ന് നമുക്ക് ആൻഡലൂസിയൻ കൾച്ചറിൻ്റെ ഒരു ഭാഗവും സ്പെയിനിൻ്റെ ഏറ്റവും വലിയ ട്രഡീഷനുമായ ഫ്ലെമിംഗോ ഡാൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. എത്ര രസമല്ലേ ആ ക്വിക്കായിട്ടുള്ള മൂവ്മെൻറ്റ്സ്, കാലിൻ്റെയും കൈയിൻ്റെയും, അതേപോലെ നല്ല മ്യൂസിക്കും പിന്നെ ഗിറ്റാറും എല്ലാം കൂടി നല്ലൊരു രസമാണ് ഇത് കണ്ടിരിക്കാൻ. ആദ്യമൊക്കെ ഈ ഫ്ലെമിംഗോ ഡാൻസ് ഒരു ഇൻറ്റിമേറ്റ് ഫാമിലി ഗെറ്റ് ടുഗദറിന് കളിക്കുന്ന ഒരു ആർട്ട് ഫോം ആയിരുന്നു. പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷം നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് പോയ കുറച്ച് മൈഗ്രൻസ് സ്പെയിനിൽ ഒരു ഗിറ്റാനോ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഫോം ചെയ്തു. അപ്പോൾ ആ ഗിറ്റാനോ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരാണ് ഈ ഫ്ലെമിംഗോ ഡാൻസിനെ ഇത്രയും പോപ്പുലർ ആക്കാനും ഇത്രയും വളരെ ഒരു ട്രഡീഷണൽ ആർട്ട് ഫോം ആക്കാനും സഹായിച്ചത്. നമ്മുടെ നാട്ടിലെ കഥകളിയൊക്കെ പോലെ ഇവരുടെയും ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഇവർ എനിക്ക് തോന്നുന്നു ഈ ഒരു മ്യൂസിക്കിലൂടെ അവരൊരു സ്റ്റോറിയാണ് പറയുന്നതെന്ന് തോന്നുന്നു. ഇതാണ് മറിയ ലൂസിയ പാർക്കിലുള്ള മോണ്യുമെന്റ് ഓഫ് കൊളംബസ്. ഇതിൻ്റെ മുകളിലൊരു സിംഹവും അതിന് താഴെ കപ്പലുകളുടെ രൂപങ്ങളും പിന്നെ കൊളംബസിൻ്റെ ഒരു ചിത്രമുണ്ട്. അപ്പോൾ പണ്ടത്തെ കൊളംബസിൻ്റെ ചരിത്രപ്രധാനമായ യാത്രകളും അതേപോലെ വളരെ വെൽത്തി ആയിരുന്ന സെവിയ സിറ്റിയും ഓർമ്മിപ്പിക്കുന്ന ഒരു സ്തൂപാണിത്. ഈ പാർക്ക് വളരെ വലുതാണ്. ഇതിനകത്ത് തന്നെയാണ് പ്ലാസ ഡെ എസ്പന എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ ഭംഗിയുള്ളതുമായിട്ടുള്ള ഒരു ലാൻഡ് മാർക്ക്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ പ്ലാസ ഡെ എസ്പെന കാണാനാണ് നടക്കാൻ തുടങ്ങിയത് ആക്ച്വലി. പക്ഷേ നമ്മളിപ്പോൾ എത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ സെവിയ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു നല്ലൊരു പാലസ് പോലെ നമുക്ക് തോന്നി. അപ്പോൾ അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല, ബോർഡും ഒന്നും കണ്ടില്ല. ഞങ്ങൾ അതിനകത്ത് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് അകത്ത് കയറി. ഈ ബിൽഡിങ്ങിനും ഒരു വളരെ പഴയ ചരിത്രമുണ്ട്. ഇത് ഒറിജിനലി ഒരു റോയൽ ടൊബാക്കോ ഫാക്ടറി ആയിരുന്നു, 18th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയത്. അന്നത്തെ വലിയൊരു ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ആയിരുന്നു ഇത്. പിന്നീടാണ് ഇത് യൂണിവേഴ്സിറ്റി ഓഫ് സെവിയ ആക്കിയത്. ഇത് ഒരു യൂണിവേഴ്സിറ്റി ആണോ പാലസ് ആണോ നമുക്ക് മനസ്സിലാവാത്ത അത്രയും വലിയൊരു ബിൽഡിംഗ് തന്നെയായിരുന്നു. അകത്തേക്ക് പിന്നെ ഇങ്ങനെ കോറിഡോർ പോലെ ഇങ്ങനെ പോകാം നമുക്ക് എത്ര വേണമെങ്കിലും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ആളുകൾ ഇരുന്ന് എന്തൊക്കെയോ വരയ്ക്കുന്നു, കുട്ടികൾ പഠിക്കുന്ന എന്തോ ആണെന്ന് തോന്നുന്നു, അവിടെ ഇരുന്ന് വരയ്ക്കുന്നുണ്ട്. ഒന്നും ഒരു അനക്കവും ഇല്ല, ഒരു ശബ്ദവും ഇല്ല. വളരെ നല്ലൊരു കാമായിട്ടുള്ള ഒരു സ്ഥലം. ശരിക്കും പഠിക്കാനൊക്കെ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ പോലെ എനിക്ക് തോന്നി. സ്പെയിനിലെ വളരെ ഹിസ്റ്റോറിക് ആൻഡ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് സെവിയ. അത് വളരെ കാലം പഴയത്, 1500കളിലൊക്കെ തൊട്ടേ ഈ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനകത്ത് കുറച്ചൊക്കെ ഇങ്ങനെ നടന്നു. പക്ഷേ ഒരു ഓഫീസോ കുട്ടികളോ ക്ലാസ് റൂമോ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. ഇത് നീളമുള്ളൊരു ബിൽഡിംഗ് ആണ്, മുകളിലേക്ക് ഹൈറ്റ് കുറവാണ്, ഒരു 2 ഫ്ലോറൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്കതിൻ്റെ വലിപ്പം മനസ്സിലാവില്ല, അത്രയ്ക്ക് നീളത്തിലാണ്. ഞങ്ങൾ പിന്നെ അങ്ങനെ അറ്റം വരെയൊന്നും പോയില്ല, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയി. നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലാണ് ഈ യൂറോപ്യൻസ് ചിന്തിക്കാൻ ചിലപ്പോൾ നമുക്ക് തോന്നും. വളരെ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും കളികളും ഒക്കെ ഇവർക്ക് ഉണ്ട്. ഈ തക്കാളി ഫെസ്റ്റിവൽ, തക്കാളി ഇങ്ങനെ പരസ്പരം എറിയുക, അതുപോലെ ടൺസ് ആൻഡ് ടൺസ് ഓഫ് ടൊമാറ്റോ ഇങ്ങനെ സ്ട്രീറ്റ്സിലൊക്കെ എറിഞ്ഞു കളിക്കുക. അതേപോലെ ബുൾ ഫൈറ്റിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആളുകളുടെ പിന്നാലെ കുറേ ബുൾസിനെ ഓടിക്കുക, എന്നിട്ട് ആളുകൾ ഓടുക, അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുക. അങ്ങനെ എന്തൊക്കെയോ വളരെ യുണീക്കായിട്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓരോ കളികളാണ് ഇവർക്ക്. നമ്മളെ ശരിക്കും അതിശയിപ്പിക്കുന്ന ഓരോ തരത്തിലെ ആചാരങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്.
ഈ പ്ലാസ ഡെ എസ്പെനെ പറ്റി വളരെ ഹൈപ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ കൂടുതലാണ് ഈ പറയുന്നത് എന്നുള്ളത് നമുക്കൊരു ഫീലിങ്ങോട് കൂടിയാണ് ഞങ്ങളിവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്നും പറയാനില്ലാത്ത പോലെ ഒരു അവസ്ഥയായിരുന്നു ശരിക്കും. ഇതാണ് പ്ലാസ ഡെ എസ്പെനയുടെ ഫസ്റ്റ് വ്യൂ. ഇത് നമ്മൾ കണ്ടപ്പം ഉണ്ടായ ഫസ്റ്റ് ഫീല് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, വാക്കുകളില്ലാന്ന് തന്നെ പറയാം. നമ്മൾ ശരിക്കും സ്റ്റണ്ടായിപ്പോയി. ശരിക്കും ഒരു വണ്ടർഫുൾ ഫീലിംഗ് തന്നെയായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ പറ്റില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. 1929 സെവിയയിൽ നടന്ന ഐബീറോ അമേരിക്കൻ എക്സ്പോയ്ക്ക് വേണ്ടിയാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയത്. അമേരിക്കയിലുള്ള സ്പാനിഷ് കോളനികളും സ്പെയിനും തമ്മിലുള്ള ബന്ധം പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് അവർ ഈ ഒരു എക്സ്പോ സംഘടിപ്പിച്ചത്. പുറത്തുനിന്ന് നമ്മളിങ്ങനെ ഈ പ്ലാസയിലേക്ക് ഫസ്റ്റ് കയറി വരുമ്പോൾ ഒരു വലിയ ഗ്രൗണ്ട് പോലെയാണ്. അവിടുന്ന് തന്നെ നമുക്ക് കുറച്ച് നടക്കുമ്പം ആ കനാൽ കാണാം. കനാലിൽ 4 കിങ്ഡംസ് ഓഫ് സ്പെയിനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നിട്ടുള്ള 4 ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് കടന്നിട്ട് വേണം നമുക്ക് ആ ബിൽഡിങ്ങിലേക്ക് എൻട്രി ചെയ്യാൻ. ആനിബൽ ഗോൺസാലസ് എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്റ്റാണ് ഇതിൻ്റെ നിർമ്മാണം ചെയ്തത്. അപ്പോൾ ഇതൊരു കോമ്പിനേഷനാണ്, ഒരു റിനൈസൻസ്, ബാറോക്ക്, മൂറിഷ് എല്ലാ ആർക്കിടെക്ചറും കൂടിയിട്ട് ഒരു കോമ്പിനേഷനാണ്. സെമി സർക്കുലർ ആയിട്ടുള്ള ഈ ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം ഒരു 15 കൊല്ലം എടുത്തു. 48 ടൈൽഡ് എക്ലോസ് നമുക്കവിടെ അതിൻ്റെ താഴ്വശത്ത് കാണാൻ സാധിക്കും. അത് സ്പെയിനിൻ്റെ 48 പ്രോവിൻസുകളാണ്. അപ്പോൾ ഓരോ പ്രോവിൻസിൻ്റെ മാപ്പും ഹിസ്റ്ററിയും അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പ്ലേസസും എല്ലാം അവരതിനകത്ത് ടൈലിൽ വർക്ക് ചെയ്തിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓരോന്നിൻ്റെ നടുക്ക് ഒരു ബെഞ്ച് പോലെ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വായിക്കാം, നോക്കാം. അതേപോലെ നല്ല രസമായിട്ട് ആ സൈഡിൽ അങ്ങനെയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് അത് നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ പറ്റും. ഇതൊക്കെ കാണുമ്പോഴും അറിയുമ്പോഴും മനസ്സിലാക്കുമ്പോഴും എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, നമുക്കിത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായല്ലോ. അല്ലെങ്കിൽ ഈ ലോകത്ത് എത്രയോ സ്ഥലങ്ങളുണ്ട് നമ്മൾ കാണാത്തതും അറിയാത്തതും അനുഭവിക്കാത്തതും ഒക്കെ അല്ലേ, നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ ഇവിടെ വന്നോ, നമുക്കിത് കാണാൻ പറ്റിയോ, അല്ലെങ്കിൽ ആ ഒരു മോമെൻറ്റ് നേരത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെയാണ് യാത്രയിൽ നമുക്ക് ഏറ്റവും ഓർമ്മിക്കാൻ പറ്റുന്നതല്ലേ. ഈ ബിൽഡിങ്ങിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നമുക്ക് നടന്നു പോകാൻ പറ്റിയ കോറിഡോറുകളാണ്. അവിടുത്തെ ആ റൂഫിൻ്റെയൊക്കെ ആ ഒരു ഡിസൈനുകളും ആ ഒരു ടൈൽ വർക്കൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അത്രയധികം മനോഹരമാണത്. അസുലിജോസ് എന്ന് പറയുന്ന ഒരു ആൻഡലൂസിയൻ സെറാമിക് ടൈൽ ഉപയോഗിച്ചാണ് ഇവർ ഈ ബിൽഡിംഗ് അധികവും ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേക ഭംഗിയാണ്. ഒരു ബ്ലൂയിഷ് കളർ എല്ലാ സ്ഥലത്തും നമുക്ക് കൂടുതൽ പ്രകടമായിട്ട് കാണാൻ പറ്റുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു ടൈൽ വർക്കാണ് അതൊക്കെ. ഇത് ഫസ്റ്റ് ലെവലിൽ നമ്മൾ സെക്കൻഡ് ലെവലിൽ കയറുന്ന സ്റ്റെപ്പാണ്. അവിടെയും എല്ലാം ഈ ടൈലിൻ്റെ വർക്കുകളാണ്. ഇവിടെ 2 നിലയാണുള്ളത്. നമുക്ക് മുകളിൽ വരെ കയറാം, പക്ഷേ റൂംസ് ഒന്നും ഓപ്പൺ അല്ല. അപ്പോൾ മുകളിൽ നിന്ന് വ്യൂ കാണാം. അതേപോലെ താഴെയും നമുക്ക് കോറിഡോർ കൂടി നടക്കാം, അതൊക്കെ പറ്റുള്ളൂ. പക്ഷേ ഇവിടുന്ന് താഴോട്ടുള്ള വ്യൂ ഉണ്ടല്ലോ, നമുക്ക് ഒന്നും പറയാനില്ല. അത് അത്രയ്ക്ക് ഭംഗിയാണ്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ നിന്ന് ആ വ്യൂ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാം. വൈകുന്നേരം സന്ധ്യാസമയത്തൊക്കെ നല്ല ഭംഗിയായിരിക്കും. മുകളിൽ നിന്ന് ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. നടുക്ക് ആ ഫൗണ്ടനും ഒക്കെ ആയിട്ട്
ഇത് ശരിക്കൊരു മാസ്റ്റർ പീസ് തന്നെയാണ്. നമുക്ക് വീഡിയോ എടുത്താലോ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്താലോ അത് മതിയാവില്ല. അത് ശരിയാവൂല്ല. ശരിക്കും നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട് നമ്മളതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യണം. എന്നാലേ നമുക്കതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. ഈ കനാലില് ബോട്ട് റൈഡൊക്കെ വൈകുന്നേരം 6 മണി വരെയോ അങ്ങനെ എന്തോ ഉണ്ട്. അത് നമ്മൾ നേരത്തെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം. പിന്നെ അവിടെ ഇങ്ങനെ ഫ്ലെമിംഗോ ഡാൻസിൻ്റെ ഷോസൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ എൻ്റർടൈൻമെൻറ്റ് പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി വേറെ നല്ല വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം. അതുവരെ എല്ലാവർക്കും ബൈ.